Okay, in the last class we have discussed about the partial order and partial order set, that is poset. In that we have already discussed different properties that a partial order set follows, and now we are going to discuss about the Hesse diagram. Okay, so let's see the introduction first. One problem with viewing a poset as a diagram is that there tend to be lots of edges due to the transitivity problem, and we do not necessarily have to draw all the edges if we know that the diagram corresponds to a poset. For example, we could choose not to draw any edge, which would be implied by the transitivity property, knowing that it is really there by implication. അതായത് നമ്മൾ പറഞ്ഞു ഒരു പോസറ്റിൻ്റെ കേസിൽ തീർച്ചയായിട്ടും അത് 3 പ്രോപ്പർട്ടീസ് ഫോളോ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി, ആൻറ്റിസിമെട്രിക് പ്രോപ്പർട്ടി, അതുപോലെ തന്നെ ട്രാൻസിറ്റിവിറ്റി പ്രോപ്പർട്ടി. അപ്പോൾ ഈ 3 പ്രോപ്പർട്ടി പറയുമ്പോൾ നമുക്കറിയാം ട്രാൻസിറ്റിവിറ്റിയുടെ കേസിൽ ഇപ്പോൾ 3 എഡ്ജസ് ഉണ്ട്, എ ബി സി. ഇഫ് എ ഫോളോസ് ബി, ബി ഫോളോസ് സി, suppose this is A, this is B, this is C, and if A follows B, B follows the C, then A follows C. അല്ലേ? അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് എഡ്ജസ് ഉണ്ട് എങ്കിൽ, ഒരുപാട് വേർട്ടെക്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത്ര തന്നെ ഒരു ട്രാൻസിറ്റിവിറ്റി പറയുന്ന സമയത്ത് അത്ര തന്നെ ഒരു ട്രാൻസിറ്റിവിറ്റി പറയുമ്പോൾ എഡ്ജസിൻ്റെ എണ്ണം കൂടും അല്ലേ? സപ്പോസ് ഈ ഒരു രീതിയിൽ 3-4 വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് രണ്ടും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ, ഈ ഒരു രീതിയിൽ നമുക്ക് വരക്കേണ്ടി വരും. ഇത് രണ്ടും ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ കേസ് വരുന്ന സമയത്ത് ഓരോ കോംപ്ലിക്കേഷൻസ് നമുക്ക് വരും. അതായത് നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ ഇത്തരം കേസസ് വരുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഒരു ട്രാൻസിറ്റിവിറ്റി പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് നമുക്ക് ഈ ഒരു എപ്പോഴും നമുക്ക് ഏത് വരയ്ക്കേണ്ടി വരില്ല? ആ ഒരു ട്രാൻസിറ്റിവിറ്റി ഫോളോ ചെയ്യുന്ന ഒരു എഡ്ജ് നമുക്ക് വരയ്ക്കേണ്ടി വരില്ല. ഓക്കെ, നോയിങ് ദാറ്റ് ഇറ്റ് റിയലി ദർ ബൈ ഇംപ്ലിക്കേഷൻ. അതായത് ഓക്കെ, അതൊരു പാർഷ്യൽ ഓർഡർ സെറ്റാണ്, അതുകൊണ്ട് തന്നെ അതെന്ത് ഫോളോ ചെയ്യുന്നുണ്ട്? ട്രാൻസിറ്റിവിറ്റി ഫോളോ ചെയ്യുന്നുണ്ട്. സോ ദർ ഈസ് നോ നീഡ് ടു ഡ്രോ ദാറ്റ് പെർട്ടിക്കുലർ എഡ്ജ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അതായത് പാർഷ്യൽ ഓർഡറിങ് ഓൺ എ സെറ്റ് പി ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ എ ഡയഗ്രാം കോൾഡ് ഹെസ്സെ ഡയഗ്രാം. സോ എന്താണ് ഈ ഹെസ്സെ ഡയഗ്രാം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ graphical representation of a partial order set. Simply we can say like that. In Hesse diagram, each element is represented by a small circle or dot called vertex, and we do not push any arrows on edges, and we do not draw any self loops. Okay, in diagram of partial order, if there is an edge from vertex A to B and there is an edge from B to vertex C, then there should be an edge from vertex A to vertex C. In Hesse diagram, we do not draw an edge from A to C. Okay, അപ്പോൾ Hesse diagram എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പാർഷ്യൽ ഓർഡർ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ പെർട്ടിക്കുലേഴ്സ് പറയുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് പറയേണ്ടത്? ഒന്നാമത്തത്, ഈച്ച് എലമെൻറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ സ്മോൾ സർക്കിൾ ഓർ എ ഡോട്ട്. അതായത് ഓരോ എലമെൻറ്റ്, ഇപ്പോൾ ഒരു സെറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് എ ഈസ് എ സെറ്റ് containing elements 1, 2, 4 and 6. Okay, and there is a relation, and the relation is suppose divides. Suppose this is the relation, and in the case of a Hesse diagram, we know that we are using this for representing a partial order set. From this set, how can we represent a partial order? We know 1 divides 2, so 1, 2 is there. Okay, then 2, then we can take 2 divides 4. Okay, 2 divides 4, and 2 divides 6 is there. Okay, then 2 divides 2 is also there. 1 divides 1 is also there. Next we will take 4. So in the case of 4, we know 4 divides 4,
and 4 does not divide 6, so we cannot take that one. And next is 6, so 6 divides 6. So these are the elements, and each element, that is 1 2 3 4, we can represent this 1 2 3 4 as like a dot or a small circle. Okay, we can represent it using circle. Let's draw a Hesse diagram for this particular one. So for that, first we have 1, so this is the first one. Okay, then first set is 1 1. Okay, so here we do not put arrows and we do not draw self loop, so there is no need to put 1 to 1. Here this is a self loop, but in Hesse diagram we do not put any self loop, so we can avoid this. Okay, so 1 is there, one. Okay, then next is 2. And 1 divides 2, so we can draw an edge from 1 to 2. Okay, then we have 2 to 2, and we know there is no self loop in the case of Hesse diagram. And next is 4, so 4 is there. Okay, it divides 4. Then next 4 2, then 2 divides 4, so we can draw like this. Next 6, and we know that 1 4 is there, so 1 4 means 1 divides 2, 2 divides 4, so 1 divides 4, so it is transitive. So in Hesse diagram there is no need to draw an edge from 1 to 2, so we can avoid this edge. Okay, because this is a Hesse diagram, and here we do not draw such links from 1 to 4, as it follows a transitivity property. Then next is 6 is there, this is 6. Okay, then here 4 does not follow 6 and 2 follows 6. Okay, then 1 follows 6, but here it is transitivity, so there is no need to draw an edge from 1 to 6. So this is a Hesse diagram for this relation. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു സെറ്റ് തന്നു കഴിഞ്ഞാൽ ആ സെറ്റ് ഫോളോ ചെയ്യുന്ന റിലേഷൻ കൂടി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നമുക്കൊരു പോസ്റ്റ് സെറ്റ് ഫോം ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് അതിൻ്റെ, ഈ തന്നിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ തന്നിരിക്കുന്നതാണ് അതിൻ്റെ എന്ത് പോസെറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് അതിൻ്റെ സെറ്റ്. ഓക്കെ, പാർഷ്യൽ ഓർഡർ സെറ്റ്. അപ്പോൾ പാർഷ്യൽ ഓർഡർ സെറ്റ് നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? എ ഡിവിഷൻ, കാരണം റിലേഷൻ കൊടുത്തിരിക്കുന്നത് ഡിവിഷനാണ്. അപ്പോൾ ഡിവിഷൻ ഉള്ളത് നമുക്ക് ഈ ഒരു സിമ്പിൾ വെച്ച് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് അതിൻ്റെ പോസെറ്റ്. അപ്പോൾ ആ പോസെറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് വരയ്ക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്? ഒരു ഹെസ്സെ ഡയഗ്രാം വരയ്ക്കാം. ആ ഹെസ്സെ ഡയഗ്രത്തിന് നമ്മൾ ഓരോ എലിമെൻറ്റും ഒരു ഡോട്ട് വെച്ചിട്ടാണ് നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. 1 2 3 and 6, അല്ലെങ്കിൽ ഓരോ സ്മോൾ സർക്കിൾസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ വേർട്ടെക്സും അല്ലെങ്കിൽ ഓരോ എലമെൻറ്റ്സിനെയും റെപ്രസെൻ്റ് ചെയ്യാം. ദെൻ ഈ ഓരോ എഡ്ജസിന് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നില്ല? ആരോസ് യൂസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നില്ല? സെൽഫ് ലൂപ്സ്. നമുക്കറിയാം ഓരോ റിലേഷൻ പറയുമ്പോൾ അത് റിഫ്ലെക്സീവ് ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്നും അതേ സെയിം വേർട്ടെക്സിലേക്ക് തന്നെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരയ്ക്കുമ്പോൾ ഈ ഓരോ നോഡിലും നമ്മൾ എന്ത് വരയ്ക്കണം? ഓരോ സെൽഫ് ലൂപ്പ് വരയ്ക്കണം. പക്ഷേ ഹെസ്സെ ഡയഗ്രത്തിൽ എന്തില്ല? സെൽഫ് ലൂപ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ സെൽഫ് ലൂപ്സ് വരയ്ക്കേണ്ട കാര്യം വരുന്നില്ല. നെക്സ്റ്റ്, നമ്മളൊരു ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടിയുടെ കേസിൽ എ ടു ബി, ബി ടു സി ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ എ ടു സി ഒരു റിലേഷൻ ഉണ്ടായിരിക്കും. പക്ഷേ ഹെസ്സെ ഡയഗ്രത്തിൽ നമ്മൾ എന്ത് റെപ്രസെൻ്റ് ചെയ്യുന്നില്ല, ഇത്തരം ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്ന അത്തരം എഡ്ജസ് നമ്മൾ വരയ്ക്കുന്നില്ല. കാരണം ഇതൊരു പാർഷ്യൽ ഓർഡറിന് വരയ്ക്കുന്ന ഒരു റെപ്രസെൻറ്റേഷൻ, ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്കെന്ത് പറയാം? ഇത് ഓട്ടോമാറ്റിക്കലി ആ ഒരു പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നുണ്ട്. It implies that there is no need to draw such edges, additional edges. Otherwise it will make more complex.
ഓക്കെ, അപ്പോൾ ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും. ഇതിപ്പോൾ ഈ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡയഗ്രമാണ്. നെക്സ്റ്റ്, let's see an example. Let a is equal to 1, 2, 3, 9 and 18. It considers the divides relation on a. So there is a loop on every vertex. All other arrows point to the same direction. Okay, so here we are taking the relation divides. Okay, this is the relation here, and there is a loop on every vertex. All other arrows point to the same direction. At any time there is an arrow from one point to a second, and from the second point to the third there is an edge from the first point to the third. And in order to represent this relation using a simpler graph, we use a Hesse diagram with a partial order relation defined on a finite set. And to obtain a Hesse diagram, we proceed as follows. First one is, we start with the directed graph from the relation in which all arrows are pointing up. Then eliminate the loops at all the vertices. Then eliminate all arrows whose existence is implied by the transitivity property. Then remove the direction indicators on the arrows. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിൽ ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം? ഇപ്പോൾ ഇവിടെ ഒരു സെറ്റ് തന്നിരിക്കുന്നുണ്ട്. സെറ്റിൽ ഏതൊക്കെയാണ് എലമെൻറ്റ്സ്? 1, 2, 3, 9, 18. ഇതാണ് അതിലുള്ള എലമെൻറ്റ്സ്. ഇനി അതിൽ കൊടുത്തിരിക്കുന്ന റിലേഷൻ എന്താണ്? ഡിവൈഡ്സ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്കൊരു ഹെസ്സെ ഡയഗ്രാം യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് നോക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ റിലേഷനും നമുക്ക് എഴുതാം. അതായത് ഇപ്പോൾ 1 ഫസ്റ്റ് ഓരോ എലമെൻറ്റ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് എലമെൻറ്റ് ഏതാണ്? 1 വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 to 1, 1 divides 1. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു റിലേഷൻ നമുക്കവിടെ എഴുതാൻ വേണ്ടി പറ്റും. 1, 1. ദെൻ നെക്സ്റ്റ് ഏതാണ്? 2. അപ്പോൾ 2 means 1 divides 2. Then 2 divides 2. 2 divides 2. അടുത്തത് പോയിൻ്റ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 2 നോട്ട് ഡിവൈഡ്സ് 3 ബട്ട് 1 ഡിവൈഡ്സ് 3. അപ്പോൾ 1 ഡിവൈഡ്സ് 3 ഉള്ളതുകൊണ്ട് നമുക്ക് 1, 3 എന്നുള്ള സെറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് ഈസ് 9. സോ 3 divides 3 is also there. Next is 9, and 9 divides 9. 3 divides 9, and 1 divides 9. നെക്സ്റ്റ് അടുത്തത് 18 ആണ്. അപ്പോൾ ഏതൊരു സെറ്റിലെയും എലമെൻ്റ് അതിനോട് തന്നെ ഒരു ഈ ഒരു കേസിൽ നമുക്ക് റിലേഷൻ പറയാൻ വേണ്ടി പറ്റും. സോ 18 divides 18, then 9 divides 18, 3 divides 18, 2 divides 18, and 1 divides 18. അപ്പോൾ ഈ എല്ലാ കോർഡിനേറ്റ് എലമെൻറ്റ്സും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആ എലമെൻറ്റ്സിന് ഓരോ പോയിൻ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കുകയാണ്. ആദ്യം 1, ആ 1ലേക്ക് തന്നെ നമ്മൾ ആരോ വെച്ച് ഒരു സെൽഫ് ലൂപ്പ് വരയ്ക്കുന്നു. നെക്സ്റ്റ് 2, ഒരു 2 എന്നുള്ളൊരു പോയിൻ്റ് നമ്മൾ അഡീഷണൽ ആയിട്ടൊരു വേർട്ടെക്സ് ആഡ് ചെയ്തു. ദെൻ 1 to 2 നമ്മളൊരു എഡ്ജ് കണക്ട് ചെയ്ത് വരയ്ക്കുകയാണ്. 2 to 2 നമ്മളൊരു എഡ്ജ് കണക്ട് ചെയ്ത് വരയ്ക്കുകയാണ്. നെക്സ്റ്റ് പോയിൻ്റ് 3 ആണ്. അപ്പോൾ 3 എന്ന് പറയുമ്പോൾ 1 to 3 ഒരു എലമെൻ്റ് ആണ്. അപ്പോൾ 1 to 3ലേക്ക് നമുക്കൊരു എഡ്ജ് കണക്ട് ചെയ്യാം. ദെൻ 3 to 3ലേക്ക് ഒരു എഡ്ജ് കണക്ട് ചെയ്യാം. നെക്സ്റ്റ് 9 ആണ്. അപ്പോൾ 9 to 9 ഒരു എഡ്ജ് കണക്ട് ചെയ്യാം. ദെൻ 3 to 9 നമുക്കൊരു എഡ്ജ് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ 1 to 9 ഒരു എഡ്ജ് കണക്ട് ചെയ്യാം. അടുത്തത് ഏതാ? 18 to 18 ഒരു എഡ്ജ് കണക്ട് ചെയ്യാം. ദെൻ 9 to 18 ഒരു എഡ്ജ് കണക്ട് ചെയ്യാം. 3 to 18 ഒരു എഡ്ജ് കണക്ട് ചെയ്യാം. ദെൻ 2 to 18ഉം 1 to 18 ഈ എല്ലാ എഡ്ജസും നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഗ്രാഫ് നമുക്ക് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം ഹെസ്സെ ഡയഗ്രത്തിൽ ലൂപ്സ് ഇല്ല. അപ്പോൾ ലൂപ്സൊക്കെ നമുക്ക് ഒഴിവാക്കാം. ദെൻ എല്ലാത്തിൻ്റെയും ആരോ ഇൻഡിക്കേറ്റ് ചെയ്യും. നമുക്കറിയാം ഒരു ഹെസ്സെ ഡയഗ്രത്തിൽ ആരോസ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പം ആരോസ് നമുക്ക് ഒഴിവാക്കാം. അടുത്തത് ട്രാൻസിറ്റിവിറ്റി പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ എഡ്ജസും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. നമുക്കറിയാം 1 to 2
2 to 18 ആണെങ്കിൽ 1 to 18 ആണ് അല്ലേ? അപ്പോൾ 1 to 2, 2 to 18 ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഒഴിവാക്കാം? 1 to 18 എന്നുള്ള ആ ഒരു എഡ്ജ് നമുക്ക് ഒഴിവാക്കാം. അതുപോലെ 1 to 3, 3 to 9 ഉണ്ട്. അതുകൊണ്ട് 1 to 9 എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാം. കാരണം അത് ട്രാൻസിറ്റിവിറ്റിയിൽ വരുന്നതാണ്. 1 to 3, 3 to 9. അതുപോലെ 1 to 3, 3 to 18 ഉള്ളതും 1 to 9, 9 to 18 ഉള്ള രീതിയിലുള്ള പല ട്രാൻസിറ്റിവിറ്റി പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് എഡ്ജസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ അത്തരം എഡ്ജസ് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി കിട്ടുന്ന ഒരു ഡയഗ്രമാണ് എന്ത്? നമ്മുടെ ഹെസ്സേ ഡയഗ്രം എന്ന് പറയുന്നത്. ഓക്കെ, ഹിയർ വി ഹാവ് ദി ഫൈനൽ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ 1 to 2, 1 to 3, 3 to 9, 2 to 18 and 9 to 18. ഇതിപ്പോൾ നമുക്ക് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് സപ്പോസ് A is equal to 1, 2, 3, 9, 18. നിങ്ങൾ വരച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 1 തുടങ്ങി, ദെൻ 1 2ലേക്ക് എടുത്തു, 1 divides 2, ദെൻ നെക്സ്റ്റ് 3, 2 not divides 3. സോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ 3 മാർക്ക് ചെയ്യാം. ഓക്കെ, 3 സെപ്പറേറ്റ് മാർക്ക് ചെയ്തു, ദെൻ 1 divides 3. അതുകൊണ്ട് ഇത് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് 9. ഇപ്പം 9 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 3 divides 9 ആണല്ലോ. അതുപോലെ 1 divides 9. പക്ഷെ ആ 1 divides 9 എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു ട്രാൻസിറ്റിവിറ്റിയിൽ വരുന്നതാണ്. അതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാം. ദെൻ നെക്സ്റ്റ് 18 എടുത്തു കഴിഞ്ഞാൽ 18 divides 9 വരുന്നുണ്ട്, 18 divides 3 വരുന്നുണ്ട്. പക്ഷേ അതൊരു ട്രാൻസിറ്റിവിറ്റിയിൽ വരുന്നതായതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാം. അതുപോലെ 18 to 3, 3 to 1 എന്നുള്ളത് പ്രോപ്പർട്ടി വരുന്നത് കൊണ്ടും ആ 3 എഡ്ജസ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ദെൻ 2 divides 18. അതുകൊണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം? അത് തമ്മിൽ കണക്ട് ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ നമ്മൾ വരച്ചിട്ടുള്ളൊരു ഹെസ്സേ ഡയഗ്രമാണ് ഇവിടെ കാണുന്നത്. നെക്സ്റ്റ്, ലെറ്റ് x is equal to 2, 3, 6, 12, 18, 36 and the relation is less than or equal to such that x less than or equal to y if x divides y. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ എലമെൻറ്റ് കോർഡിനേറ്റ്സ് ഹിയർ. സോ ഫസ്റ്റ് ഈസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആൻഡ് ഓൾസോ എക്സ് ഡിവൈഡ്സ് വൈ. Here we have two properties to follow. First is x less than or equal to y and next is x divides y. And if we consider 2 and 3, 2 is less than or equal to 3, okay, but 2 is not divides 3, so we cannot take that pair അല്ലേ? കാരണം 2, 3 എടുത്തു കഴിഞ്ഞാൽ 2, 3നേക്കാളും ചെറുതാണ്. പക്ഷേ 2നെ കൊണ്ട് നമുക്ക് 3 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു കോർഡിനേറ്റ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. നെക്സ്റ്റ് 2, 6, 3 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 3 നമുക്ക് 3 കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഇനി അടുത്തത് ഏതാണ്? 6 ആണ്. അപ്പോൾ 6 എടുത്തു കഴിഞ്ഞാൽ 6ഉം 3യും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ 6ഉം 2ഉം നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നമുക്കത് രണ്ടും കൺസിഡർ ചെയ്യാം. എടുക്കുമ്പോൾ എക്സ് എന്താണ്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആണ്. അതുകൊണ്ട് 2, 6 എടുക്കാം. അതുപോലെ 3, 6 എടുക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഏതാ? 12. അപ്പോൾ 6ഉം നമുക്ക് 12നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3യും ഡിവൈഡ് ചെയ്യാം, 2ഉം ഡിവൈഡ് ചെയ്യാം. അപ്പം 2, 12, 3, 12, 6, 12. ഓക്കെ, നെക്സ്റ്റ് ഈസ് 18. 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് 12ൽ പറ്റില്ല. പക്ഷേ നമുക്ക് ഏതിൽ പറ്റും? 6ൽ പറ്റും. 6, 18, ദെൻ 3, 18, ദെൻ 2, 18. ഓക്കെ, എനിക്കിവിടെ വരയ്ക്കാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആ സ്പേസ് അവിടെ ഫ്രീ ആക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് 36. 36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 18 നമുക്ക് ചെയ്യാം.
18 ഇൻറ്റു 2 ആണ് 36. അപ്പോൾ 18 36 ഉണ്ട്. ദെൻ 36 ഉണ്ട്. അതുപോലെ നമുക്ക് ഏതും പറയണം 2 2 3 3 6 6 12 12 അതെല്ലാം നമുക്കവിടെ പറയണം. പക്ഷേ ഇതൊരു ഹെസ്സേ ഡയഗ്രത്തിൽ നമ്മൾ സെൽഫ് ലൂപ്പ് കൺസിഡർ ചെയ്യാത്തത് കൊണ്ട് ഞാനതിവിടെ എഴുതുന്നില്ല എന്ന് മാത്രമാണ്. പക്ഷേ പോസെറ്റ് ചെയ്യുന്ന സമയത്ത് പോസെറ്റിൻ്റെ ആ ഒരു പാർഷ്യൽ ഓർഡർ സെറ്റ് നമ്മൾ എഴുതുമ്പോൾ തീർച്ചയായിട്ടും you have to consider 2 2 3 3 6 6 12 12 18 18 and 36 36. And here I am just taking only these values. But if we write a poset, you have to write all those coordinates. Okay, then 12 36, okay, 6 36, then 3 36, then 2 36. അപ്പോൾ ഇതിൽ 6 36 എടുക്കാം, 3 36 എടുക്കാം, 2 36 എടുക്കാം. കാരണം ഇതെല്ലാം ഡിവിസിബിളാണ് അല്ലേ. അപ്പോൾ ഇതെല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? നമുക്കൊരു പോസെറ്റ് കിട്ടി. ഞാൻ പറഞ്ഞു പോസെറ്റിൻ്റെ കേസിൽ ഇതിൻ്റെ കൂടെ ഏതൊക്കെ എഴുതണം? 2 2 3 3 6 6 12 12 18 18 36 36 അതുകൂടി നമ്മളിതിലേക്ക് കൺസിഡർ ചെയ്യണം. ദെൻ now we are drawing the Hessian diagram, and first one we are starting from the leftmost one, so we can take the smallest value. Here the smallest value is 2, so first we have to consider that value, that is 2. so നമ്മൾ 2 ഇവിടെ കൊടുത്തു. ഓക്കെ, 2 കൊടുത്തു കഴിഞ്ഞാൽ 2 മാത്രമേ നമുക്ക് അവിടെ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അടുത്ത ഏതാ? 3. അപ്പോൾ 3 എടുത്തു കഴിഞ്ഞാൽ 3. അപ്പോൾ 3 നമുക്ക് ഇവിടെ ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. അടുത്തത് ഏതാ? 6. അപ്പോൾ 2ഉം ഡിവിസിബിളാണ്, 3ഉം ഡിവിസിബിളാണ്. അപ്പോൾ നമുക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടിനും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ആരോസ് നമ്മൾ കണക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലേ? അത് വരച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഏതാ? 12. 12 എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 12 ഡിവിസിബിൾ ബൈ 6 ആണ്. അപ്പോൾ അത് നമുക്ക് കണക്ട് ചെയ്തു. ദെൻ 6നെ നമുക്ക് 12നെ 2 വെച്ചിട്ടും ഡിവൈഡ് ചെയ്യാം, 3 വെച്ചിട്ടും ഡിവൈഡ് ചെയ്യാം. ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ലൈക്ക് എ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി അല്ലേ. കാരണം 12 to 6 6 to 2 എന്ന് പറയുമ്പോൾ 12 to 2, അതുപോലെ 12 to 6 6 to 3 എന്ന് പറയുമ്പോൾ 12 to 3. അപ്പോൾ ആ ഒരു കണക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി കൂടി ഫോളോ ചെയ്യുന്നതാണ്. പക്ഷെ നമുക്ക് ഒരു ഹെസ്സേ ഡയഗ്രത്തിൽ ഏത് വരയ്ക്കേണ്ട കാര്യമില്ല, ആ ഒരു ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്ന തരത്തിലുള്ള എഡ്ജസ് നമ്മളവിടെ വരയ്ക്കേണ്ട കാര്യം ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു എഡ്ജ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അടുത്തത് ഏതാ? 18 എടുത്തു കഴിഞ്ഞാൽ 18 12നെ കൊണ്ട് ഡിവിസിബിളാണോ? അല്ല. 6 കൊണ്ട് ഡിവിസിബിളാണോ? ആണ്. അപ്പോൾ വി ഹാവ് ടു കണക്ട് 6 and 18. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി നോ 2 is divisible, 18 is divisible by 2 as well as 18 is divisible by 3. But here there is no need to draw such edges because of this transitive property. ഓക്കെ, അപ്പോൾ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നില്ല, ആ എഡ്ജസ് നമ്മളവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നില്ല. നെക്സ്റ്റ് 36 അവിടെ ഉണ്ട്. പക്ഷേ സെൽഫ് ലൂപ്പ് നമ്മളിവിടെ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഹെസ്സേ ഡയഗ്രത്തിൽ. നെക്സ്റ്റ് ഏതാണ്? 12 നമ്മൾ കണക്ട് ചെയ്യാം, 18ഉം കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു സെറ്റിൻ്റെ ഹെസ്സേ ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ പോസെറ്റ് എന്ന് പറയുമ്പോൾ നമുക്കതെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? എക്സ് ഡിവൈഡ്സ് എക്സ് ലെസ് ദാൻ വൈ ആണ്. അതുപോലെ ഡിവൈഡ്സ് ഓപ്പറേഷനാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ കൊടുക്കുന്നതിന് പകരം ജസ്റ്റ് ഡിവിഷൻ മാത്രം കൊടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും ആ ഒരു പോസെറ്റിൻ്റെ കേസിൽ ചെയ്യുന്നത് നോർമലി. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യാം. നെക്സ്റ്റ് സപ്പോസ് വേറൊരു റിലേഷൻ നമുക്ക് തന്നു ഇതുപോലെ തന്നെ, അതായത് എ ഈസ് ഈക്വൽ ടു 1 2 3 6. ഓക്കെ,
അപ്പോൾ ഈ ഒരു റിലേഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെയും നമുക്ക് റിലേഷൻ തന്നിരിക്കുന്നത് ഡിവൈഡ്സ് ആണ്. ഈ സെയിം റിലേഷൻ തന്നെയാണ് തന്നത് എങ്കിൽ നമുക്ക് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഡയറക്റ്റ് വരയ്ക്കാൻ നോക്കുകയാണെങ്കിൽ എന്താ, ആദ്യം നിങ്ങൾക്ക് 1 അല്ലേ, ഇനി നെക്സ്റ്റ് ഏതാ 2 വരച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 2 ഡിവൈഡ്സ് 1 ഡിവൈഡ്സ് 2 ആണ്. അപ്പോൾ 1 ഡിവൈഡ്സ് 2 നെക്സ്റ്റ് 3 ആണ്. അപ്പോൾ 2 does not divide 3 but 1 divides 3. അപ്പോൾ ഇവിടെ 3 വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും കൂടി നമുക്ക് കണക്ട് ചെയ്തിട്ട് വരയ്ക്കാം. ദെൻ നെക്സ്റ്റ് ഈസ് 6. സോ ഹിയർ 2 divides 6 and 2 divides 3. So we can connect 2 and 3 as well as 6 and 2 as well as 6 and 3. So this is the Hesse diagram for the corresponding relation A divides. Okay, so in this way we can draw a Hesse diagram. So for that you have to consider some properties. First one is we do not use any arrows and we eliminate the self loops and the edges that satisfies the transitive property. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളൊരു ഹെസ്സെ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നോക്കുന്നത്. ഓക്കെ, ഇനി ഹെസ്സെ ഡയഗ്രാം നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഒരു പാർഷ്യൽ ഓർഡർ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, so that's all about Hesse diagram. Thank you.